എല്ലായ്പ്പോഴും കണ്ണീരും നഷ്ടവും വേദനയും തരുന്നു. അതിപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതായാലും ഇന്നലെ നടന്നതായാലും അവ തരുന്ന വേദന അതെന്നും മായാത്തതാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രധാന അധ്യാപകൻ ജോഗിയച്ച, ഉപപ്രധാന അധ്യാപകൻ ചിറ്റവച്ച, നോനച്ച, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ HSCയിലെ വിദ്യാർത്ഥികൾ മനുഷ്യന്റെ സ്വാർത്ഥത നീചമായ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് അവതരിപ്പിക്കുന്നു. ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പായി ഈ ശുഭദിനം ഒരു പ്രാർത്ഥനാ ഗീതത്തോടെ ആരംഭിക്കാം. അതിനായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 29, വാക്യം 11. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവവചനമാണ് നാം ശ്രമിച്ചത്. ഓരോ തുടക്കവും നല്ല ചിന്തയിലൂടെയാണ്. അതിനാൽ നമുക്ക് പ്രചോദനമേകുന്ന ചിന്താവാക്യം പറയുന്നതിന് ലോകം ഉറ്റുനോക്കിയ ആ മഹാദുരന്തത്തെ ഒരു ദൃശ്യാവിഷ്കാരത്തെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഹിരോഷിമ ദിനം 1945 ഓഗസ്റ്റ് 6. ശാന്തമായ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു ഹിരോഷിമ നഗരം. ഏതൊരു ശാന്തതയ്ക്കും ഭംഗം വരുത്തുന്ന ഒരു അശാന്തി ഉണ്ടാകുമല്ലോ. അമേരിക്കൻ സൈന്യം ജപ്പാനിലെ ഹിരോഷിമയിൽ രാവിലെ കൃത്യം 8:15 അണുബോംബാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഏകദേശം 1,40,000 പേരുടെ ജീവൻ അവസാനിച്ചു. ആ നഗരം തന്നെ നശിച്ചു എന്ന് പറയാം. ആയിരക്കണക്കിന് ആളുകൾക്ക് പിന്നീട് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ബാധിച്ചു. അവശേഷിച്ചവർ മരണത്തെക്കാൾ വേദനയോടെ ജീവിച്ചിരിക്കുകയും സദാ ചോദിക്കുകയും ചെയ്തു, ഈ ഭൂമിയിലെ മനുഷ്യർക്ക് ഇതെന്തിനായിരുന്നു? ഇന്ന് ഹിരോഷിമ ലോകത്തോട് ചോദിക്കുന്നു, യുദ്ധം വഴി നിങ്ങൾ എന്ത് നേടി? ാണെന്ന് ദിനം പ്രതി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ നമ്മുടെ അവധിക്കാലത്ത് പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ കുറിച്ച്. ഇനി നമ്മുടെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരം കാണാം. പെഹൽഗാം. ലിഡർ നദി ഒഴുകുന്ന ശാന്തമായ പാതകൾ, മലനിരകൾ നിശബ്ദമായി നിൽക്കുന്നു. എത്ര മനോഹരമാണ് ആ കാഴ്ച! നമ്മുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഭൂമിയുടെ മനോഹാരിത. അവരുടെ ആർത്തുവിളികളും ചിരികളും മനസ്സിന് കുളിർമയും. സമാധാനപരമായ അതിക്രൂരമായ ക്രമത്താൽ തകർക്കപ്പെട്ടു. ഇത്തരം ആക്രമണങ്ങളെ നാം ശക്തിയായി നേരിടണം. നാം എല്ലാം മനുഷ്യരാണ് കൂട്ടുകാരെ, അതിലെന്തിനെ വേർതിരിവ്? ചോദിച്ചാൽ ഇതിനുത്തരം ശരിയോ തെറ്റോ എന്ന് നമുക്ക് തിരിച്ചറിയാം. ഭയമല്ല, ഐക്യം, സ്നേഹം, വിശ്വാസം, ഇതാവണം നമ്മുടെ മറുപടി. സുരക്ഷാ സേനയുടെ ധൈര്യവും സമയോചിത പ്രവർത്തനവും നമുക്ക് അഭിമാനമാണ്. ഈ ആക്രമണങ്ങൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് പൊരുതാം. ശബ്ദശില്പമാണ് കവിത. അനുഭവങ്ങളുടെ പ്രതിഫലനമാണ് ഓരോ കവിതകളും. നമുക്കിനി ഒരു കവിത ശ്രമിക്കാം. അവതരണത്തിനായി അമൂലികയെയും ദേവിയെയും ക്ഷണിക്കുന്നു. ചുടുചോല പറ്റി കിടന്നിടുന്നു
ഹിരോഷിമാനോവായി നാഗസാക്കി കാഴ്ച കെട്ടിന്നും പിറക്കുന്നു കുഞ്ഞുങ്ങൾ ജീവച്ഛവങ്ങളായി ദീനദീനം വിമരീ പാമരീ സ ഗരിമാരി മപാമപനി പനിസ രിമരീ സാനി പാനി നിസ പാടുക കൂട്ടരെ ഒന്നിച്ചുയരണം വിശ്വസ്നേഹത്തിൻ മനോജ്ഞഗീതം പാടുക കൂട്ടരെ ഒന്നിച്ചുയരണം വിശ്വസ്നേഹത്തിൻ മനോജ്ഞഗീതം. നന്ദി. നവീന വിശ്വാസകാരം നമ്മൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയെക്കുറിച്ച് അവബോധം നൽകുന്നതായിരുന്നു. നന്ദി കൂട്ടുകാരെ. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപിക ഷീമയെ അസംബ്ലി അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. കരുതെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഹിരോഷിമയും നാഗസക്കിയും നമ്മൾ ഓർക്കുന്നത്. റെസ്പെക്ടഡ് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽസ്, ബ്രദർ, സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, non-teaching staff, and my dear students. A very warm good morning to one and all. First of all, let me take this opportunity to congratulate the shining stars of class 8C and their class teacher, Ma'am Radhika, for their beautiful presentation on Hiroshima Day. Let us give them a big round of applause. Dear students, Hiroshima Day is not just a reminder of war, but it teaches us the message of peace. It also tells us the importance of human life, the dangers of hatred and violence. Thank you and have a great day. Morning to one and all. Here I am very happy to announce the results of various competitions. I request our respected Principal Father Jyoti Varghese to give away the prize. The Kerala Region Roller Skating Competition, Sahitya, Class 6, secured bronze medal. Palakkad District Yogasana Championship, Rishvik MP secured gold medal and trophy in both Yogasana and artistic sports. Congratulations to the students. Thank you, Father. Let's give them a big round of applause. Good morning, ladies and gentlemen. Something new, something different, something unique is that what lets us thrive beautifully as students, teachers, management authorities, and well-wishers of this institution. We, the head boys and head girls of St. Francis School, on behalf of the entire school community, is taking a small step forward. We understand the value of voice. Maybe a small suggestion, a question mark, an opinion, a different perspective, or even a positive criticism. Voice is value. And not all students are, and at all times, in a situation to express those valuable suggestions openly. Therefore, here we present before you the secret box. Now, here's the most important part. Only the four of us, the two head boys and the two head girls, will be checking the box. Also, we request you to please mention your name and class when writing the note. That is to know from whom the concern is coming. But don't worry, your name will never be disclosed to fathers or any teachers unless it becomes absolutely necessary.
your name a seat safe with us. The secret box is meant for real, serious and genuine problems or suggestions and not for fun or revenge. It's not for pulling pranks. If we all use it properly, it can actually help a lot. So from today, the secret box will be placed in front of the school office. You can drop your notes in it anytime during school hours. No one is going to judge and your issue won't be ignored. This box has the potential to end, if not, brings release to all your genuine concerns that you once felt would be unheard and unseen within the premises of this institution. Caution, as we promise to maintain the confidentiality of your concerns, we expect you to follow a disciplined approach and respectfully frame your thoughts and sentences. All the students from class 1 to 12 are allowed to frame their own opinions and suggestions in the secret box. We are doing this because we genuinely want to make school a little better for everyone, and sometimes the smallest note can make a big difference. This is your space to speak up, and we are here to listen and act with care and respect. Thank you. Anything that you would want to suggest, that you would want to speak, but you think that maybe your friends or your leader is of the box to the head boys and the head girls. All the best. വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു മാം ഷീമ. ഇനി നമ്മുടെ ദേശത്തോടുള്ള ആദരസൂചകമായി പ്രതിജ്ഞ ചൊല്ലുന്നതിന് മൃദുലയെ തുടർന്ന് ദേശീയഗാനം ആലപിക്കുന്നതിനായി ഗായിക സംഘത്തെ ക്ഷണിക്കുന്നു. ഇന്ത്യ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ ഇന്ത്യ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും പുത്രന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ജനങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്.